ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാം സിലബസ് ബേസ്ഡ് ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒളിഗോപോളി മാർക്കറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒളിഗോപോളി എന്നും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചറും ഫീച്ചേഴ്സും, പിന്നെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് Q&Aയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ആൻ ഒളിഗോപോളി? An oligopoly is a market structure where a small number of large firms dominate an industry. ഒളിഗോപോളി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ്. അതായത് അതിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുക. അതും ഈ ഓരോ കമ്പനി എന്ന് പറയുന്നതും വളരെ ലാർജ് ഫേംസ് ആണ്. അപ്പം ഈ ലാർജ് ഫേംസ് ആണ് ഇൻഡസ്ട്രിയെ മൊത്തം ഡൊമിനേറ്റ് ചെയ്യുന്നത്. ഈ ലാർജ് ഫേംസിൻ്റെ എല്ലാ തരത്തിലുള്ള ചേഞ്ചസും അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസും ഈ ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ്. സോ സ്മോൾ നമ്പർ ഓഫ് ലാർജ് ഫെയിം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒളിഗോപോളി എന്ന് പറയുന്നത്. ഈ ഒളിഗോപോളി എന്ന് പറയുന്ന ടേം പറയുകയാണെങ്കിൽ, അതിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒളിഗോസ് മീൻസ് ഫ്യൂ, അതിൽ നിന്നും അതുപോലെ തന്നെ പോളി എന്ന് പറയുന്ന വേർഡായിട്ടുള്ള ടു സെൽ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ്സിൽ നിന്നാണ് ഈ ഒരു ഒളിഗോപോളി എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്യൂ സെല്ലേഴ്സ് കൺട്രോൾ ദ മാർക്കറ്റ്, വളരെ കുറച്ച് കമ്പനികൾ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഒരു മാർക്കറ്റ്, അതിനെയാണ് നമ്മൾ ഒളിഗോപോളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്യൂ ഫെയിംസ്, അതുപോലെ തന്നെ ഹൈ ബാരിയേഴ്സ് ടു എൻട്രി, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇതാണ് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഫ്യൂ ഫെയിംസ് എന്ന് പറയുമ്പോൾ ദ മാർക്കറ്റ് ഈസ് ഡൊമിനേറ്റഡ് ബൈ എ സ്മോൾ നമ്പർ ഓഫ് ഫെയിംസ് which means each one has significant control over the market. മാർക്കറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് വളരെ കുറച്ച് കമ്പനികൾ മാത്രം കൺട്രോൾ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കുറച്ച് കമ്പനികൾ എന്ന് പറയുന്നതും ഇത് ഈച്ച് വൺ വളരെ ലാർജ് ഫെയിംസ് ആണ്. അപ്പം ഇവരുടെ തീരുമാനങ്ങൾ ഈ ഇൻഡസ്ട്രിയെ മൊത്തം എഫക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു പ്രധാന പോയിൻ്റായിട്ട് വരുന്നത്. പിന്നെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ബാരിയേഴ്സ് ടു എൻട്രി. പുതിയ കമ്പനികൾക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ലാർജ് ഫെയിംസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വളരെ വികസിതമായിരിക്കും, ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. അപ്പം എല്ലാ കമ്പനികൾക്കും ഈ ഒരു കോസ്റ്റ് അഫോർഡ് ചെയ്യണമെന്ന് പറ്റണമെന്നില്ല. അപ്പം ഗവൺമെൻറ് റെഗുലേഷൻസും ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഈ ഹൈ കോസ്റ്റ്, ടെക്നോളജിക്കൽ ബാരിയേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ്, ഇതൊക്കെ കാരണം ഹൈ ബാരിയേഴ്സ് ടു എൻട്രിയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. ഇപ്പോൾ ടെലികോം പോലെയുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുതിയ കമ്പനിയായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ലൈസൻസൊക്കെ ഗവൺമെൻറ് റെഗുലേഷൻസ് റിലേറ്റഡ് ആയതുകൊണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഇച്ചിരി പാടായിരിക്കും. അതൊരു എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്ന മെയിൻ പോയിൻ്റ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രൊഡക്ട്സ് ക്യാൻ എയ്തർ ബി നിയർലി ഐഡൻറ്റിക്കൽ. ഇതിലുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പെട്രോൾ ഇൻഡസ്ട്രിയിലൊക്കെ സെയിം പ്രൊഡക്ട്സ് പോലെ തന്നെ ഉൽപ്പന്നങ്ങൾ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യേറ്റഡും ആകാം. ഇപ്പോൾ സ്മാർട്ട് ഫോൺ പോലെയുള്ള പലതരത്തിലുള്ള ഫീച്ചേഴ്സ് മാറ്റർ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സും വരാം. അപ്പം നിയർലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സും കാണും, ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാണും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒളിഗോപോളീസ്. ഇനി കുറച്ച് ഒളിഗോപോളീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഫ്യൂ ഫെയിംസ്. ഇൻ ആൻ ഒളിഗോപോളി എ ഫ്യൂ ഫെയിംസ് ഹോൾഡ് മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ് ഷെയർ. ഈ മൊത്തം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് കുറച്ച് ഫെയിംസ് അല്ലെങ്കിൽ കുറച്ച് ഫെയിംസിന് മൊത്തമായിട്ട് കിടക്കുകയാണ്. സോ ദിസ് കോൺട്രാസ്റ്റ് വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓർ മോണോപോളി. ഫോർ എക്സാമ്പിൾ ഇൻ ദ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ് കൊക്കക്കോള ആൻഡ് പെപ്സി ഡൊമിനേറ്റ്. അതായത് നമ്മൾക്ക് മനസ്സിലാവും, അതായത് ഈ ഫ്യൂ ഫെയിംസ് എന്ന് പറയുന്ന ഫീച്ചർ പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മെനി ഫെയിംസ് ആണ്, മൊണോപ്പൊളിയിൽ 1 ഫെയിം ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുന്നൊരു കൺസെപ്റ്റാണ് ഫ്യൂ ഫെയിംസ് എന്ന് പറയുന്നത്. സോ ഫ്യൂ ഫെയിംസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒളിഗോപോളീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് വരുന്നത്. ഇതിൽ ഇന്ന് സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കൊക്കക്കോള, പെപ്സിക്കൊക്കെ ഒരു ഡൊമിനേഷനായിട്ടുള്ള ഒരു ഇതുണ്ട്. സോ അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും.
രണ്ടാമത്തെ ഫീച്ചറാണ് ഇൻ്റർഡിപ്പെൻഡൻസ്. ഫേംസ് ഇൻ ആൻ ഒളിഗോപ്പൊളി കനോട്ട് മേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് കൺസിഡറിങ് ദ ആക്ഷൻസ് ഓഫ് ദെയർ കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഓരോ കമ്പനിയും മറ്റൊരു കമ്പനിയുടെ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നീക്കങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു കമ്പനി എന്തെങ്കിലും ഒരു പ്രൈസ് ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കമ്പനികൾക്ക് ആ ഒരു പ്രൈസ് ചേഞ്ച് പോലെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടി വരും. ഇഫ് വൺ ഫേം ചേഞ്ച് ഇറ്റ്സ് പ്രൈസ് അതർ മേ ഫോളോ ടു മെയിൻറ്റെയിൻ കോമ്പറ്റേറ്റീവ്നെസ്. ഈ കോമ്പറ്റേറ്റീവ്നെസ് നിലനിർത്താൻ വേണ്ടി തന്നെ ഒരു കമ്പനികൾ എന്തെങ്കിലും ഒരു പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് ചേഞ്ച് വരുത്തേണ്ടി വരും. ദിസ് ഇൻ്റർഡിപ്പെൻഡൻസ് മേക്ക് ഡിസിഷൻ മേക്കിംഗ് കോംപ്ലക്സ്. സം ടൈംസ് ഈ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കടന്നു വരുമ്പോഴേക്കും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇടവരുത്തുന്നുണ്ട്. സോ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ബാരിയേഴ്സ് ടു എൻട്രി. ബാരിയേഴ്സ് ടു എൻട്രി എന്ന് പറയുമ്പോൾ പുതിയ കമ്പനികൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഇതിന് വേണം. അതുപോലെ തന്നെ ഹൈ ടെക്നോളജി പവർ അല്ലെങ്കിൽ ഹൈ ടെക്നോളജിക്കൽ കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഗവൺമെൻറ് റെഗുലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓയിൽ റിഫൈനറി എന്നൊക്കെ പറയുന്ന ലാർജ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ടെലികോം ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ. അപ്പോൾ ഈ ഒരു സെക്ടറിലേക്കൊക്കെ പുതിയൊരു ബ്രാൻഡുകൾക്ക് കടന്നു വരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രൊഡക്ട്സ് ഇൻ ആൻ ഒളിഗോപോളി മേ ബി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഓർ ഐഡൻറ്റിക്കൽ. സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് സ്ലൈറ്റ് ചേഞ്ചസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫീച്ചേഴ്സൊക്കെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് അവിടെ ഉണ്ടാവും. സോ സ്ലൈറ്റ് ചേഞ്ചസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സും ഇവിടെ വരാം. ഇപ്പോൾ ബേസിക് ഓയിൽ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രി, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ സെയിം ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് ആണല്ലോ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ സോ അങ്ങനത്തെ ഉള്ള പ്രൊഡക്റ്റും ഇവിടെ വരാം. അപ്പോൾ ദിസ് ഡിഫറൻസിയേഷൻ അലോസ് ഫെയിം ടു ചാർജ് ഡിഫറെൻറ്റ് പ്രൈസസ് ഡിസ്പൈറ്റ് ബീയിങ് ഇൻ ദ സെയിം മാർക്കറ്റ്. സെയിം മാർക്കറ്റ് നിലനിൽക്കുന്നതിൽ തന്നെ ഇങ്ങനെ ഡിഫറൻസിയേഷൻ വരുമ്പോൾ ഫെയിംസിന് ചിലപ്പം ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് കോമ്പീറ്റിംഗ് ഓൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ മാത്രം ഒരു ചേഞ്ച് വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ അല്ല ഇവിടെ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഫെയിംസ് ഓഫൺ കോമ്പീറ്റ് ത്രൂ അഡ്വർടൈസിങ്, ഇംപ്രൂവിങ് ക്വാളിറ്റി, കസ്റ്റമർ സർവീസ് ആൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസ്. ലാർജ് ഫെയിംസ് ആണ്, ഫ്യൂ നമ്പർ ഓഫ് ഫെയിംസ് ഉള്ളെങ്കിലും ലാർജ് ഫെയിംസ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്വാളിറ്റി അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, അഡ്വർടൈസിങ്ങിൽ അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, കസ്റ്റമർ റിലേഷൻഷിപ്പ് അത്രത്തോളം, കസ്റ്റമർ സർവീസ് ഡെവലപ്പ് ചെയ്യണം, ലോയാലിറ്റി പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യണം. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിലാണ് അവർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് മെയിനായിട്ടും കൊണ്ടുവരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് പ്രൈസ്. ദിസ് ഹെൽപ്സ് ദം മെയിൻറ്റെയിൻ മാർക്കറ്റ് ഷെയർ വിത്തൗട്ട് എൻഗേജിങ് ഇൻ എ പ്രൈസ് വാർ. ഒരു പ്രൈസ് വാറിൽ മാത്രമായിട്ട് എൻഗേജ് ചെയ്തിട്ട് അവരുടെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുപോകാതെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ അഡ്വർടൈസിങ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ട് കസ്റ്റമർ സർവീസ് ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇവരുടെ കോമ്പറ്റീഷൻ ഇരിക്കുക. അപ്പോൾ സോ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മെയിൻ ഒരു ഫീച്ചറാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ഒളിഗോപോളി മാർക്കറ്റ്സ് ആണ് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. ഡൊമിനേറ്റഡ് ബൈ എ ഫ്യൂ ലാർജ് ഫെയിംസ്. കുറച്ച് ലാർജ് ഫെയിംസ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടൊയോട്ട, ഫോർഡ്, GM. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയാണ്. ഫ്യൂ മേജർ കമ്പനീസ് പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ആൻഡ് ഫോൺ സർവീസസ്. മേജർ കമ്പനീസ് ആയിട്ടുള്ള ഇപ്പോൾ പറയുകയാണെങ്കിൽ എയർടെൽ, ജിയോ, VI ഇതൊക്കെ നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. അപ്പം മേജർ കമ്പനീസ് ഇവയാണ്, ലാർജ് കമ്പനീസാണ്. പക്ഷേ ഇതിൻ്റെ നമ്പേഴ്സ് വളരെ കുറവുള്ളൂ. അതുപോലെ തന്നെ എയർലൈൻ ഇൻഡസ്ട്രി. എ സ്മോൾ നമ്പർ ഓഫ് എയർലൈൻസ് കൺട്രോൾ മോസ്റ്റ് എയർ ട്രാവൽ റൂട്ട്സ്. ഇപ്പോൾ എയർലൈൻ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും ഇത് ആ ഒരു തരത്തിലുള്ള ലാർജ് ഫെയിംസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ആ നമ്പർ ഓഫ് എന്ന് പറയുന്നത് ഫ്യൂ ആണ്. ടെക്നോളജി നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ പരമായിട്ട് സ്മാർട്ട് ഫോൺസ് റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ, സാംസങ്, ഒപ്പോ, വിവോ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസ്, ഈ കമ്പനീസാണ് ഈ ഇൻഡസ്ട്രി ഡൊമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജിക് ഡിസിഷൻസും ഈച്ച് അതേഴ്സ് ആക്ഷൻ പോലെയായിരിക്കും അവരുടെ ഡിസിഷൻസ് ഉണ്ടായിരിക്കുക.
സോ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഒളിഗോപോളി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫേംസ് ഇൻ ഒളിഗോപോളി. ഇന്റർ ഡിപ്പെൻഡൻസ് ഒളിഗോപോളി മാർക്കറ്റിൽ ഇന്റർ ഡിപ്പെൻഡൻസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ മെയിൻ ഫീച്ചറായിട്ട് വരിക ഗെയിം തിയറിയാണ്. ഗെയിം തിയറി ഈസ് ദ സ്റ്റഡി ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അതായത് സ്ട്രാറ്റജിക്കലി ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഗെയിം തിയറി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ആൻ ഒളിഗോപോളി ഫേംസ് മസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ദെയർ കോമ്പറ്റീറ്റേഴ്സ് മൂവ്സ് when deciding on their own prices, output levels and strategies. If one firm changes its price, others may follow suit. അതായത് ഒളിഗോപോളി മാർക്കറ്റ്സിൽ ഈ ഇൻ്റർ ഡിപ്പെൻഡൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്ററായിട്ടുള്ള കമ്പനി എങ്ങനെയായിരിക്കോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു സ്ട്രാറ്റജീസ് കാര്യങ്ങളും ഔട്ട്പുട്ട് ലെവലോ പ്രൈസ് ലെവലോ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ കമ്പനി സ്വീകരിക്കുകയുള്ളൂ. അതായത് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്ററായിട്ടിരിക്കുന്ന ആളെ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് നടത്തുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഗെയിം ഇരിക്കുക. സോ ഒളിഗോപോളി മാർക്കറ്റിലും ഈ സെയിം അവസ്ഥയാണുള്ളത്. ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഉൽപ്പാദനവും അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിലോ പ്രൊഡക്ഷനിലോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുമ്പോൾ മറ്റ് കമ്പനികൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ എന്ത് തീരുമാനം അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കമ്പനി വില കുറയ്ക്കുകയാണെന്ന് വെച്ചിരിക്കും. അപ്പോൾ ഈ ഒരു കമ്പനി വില കുറയ്ക്കുമ്പോൾ കസ്റ്റമേഴ്സ് കൂടുതലും ആ ഒരു കമ്പനിയിലേക്ക് പോകും. അപ്പോൾ മറ്റു കമ്പനികളും എന്ത് ചെയ്യും? വില കുറയ്ക്കും. സോ അപ്പോൾ എല്ലാ കമ്പനികൾക്കും നഷ്ടം മാത്രമാണ് അവിടെ ഉണ്ടാവുകയുള്ളൂ. സോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസ് ചേഞ്ചിങ് എന്ന് പറയുന്ന കാര്യം വളരെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒളിഗോപോളി മാർക്കറ്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ഗെയിം തിയറിയാണ് പറയുന്നത്. സോ എക്സാമ്പിൾ ഓഫ് ഗെയിം തിയറി എന്ന് പറയുന്നത് ഒളിഗോപോളിയിൽ പല രീതിയിലുള്ള ഗെയിം തിയറികൾ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. പ്രൈസ് വാർസ്, അതായത് ഫേംസ് മൈറ്റ് ലോവർ പ്രൈസസ് ടു ഗെയിൻ കസ്റ്റമേഴ്സ്, ബട്ട് ഇഫ് എവരി വൺ ഡസ് ദിസ് ദേ ഓൾ ലോസ്. ദേ നീഡ് ടു ബി കെയർഫുൾ നോട്ട് ടു ട്രിഗർ പ്രൈസ് വാർസ് വിച്ച് ക്യാൻ റെഡ്യൂസ് പ്രോഫിറ്റ്സ് ഫോർ ഓൾ ഫേംസ് ഇൻവോൾവ്. പറഞ്ഞ പോലെ തന്നെ ഒരു ഫെയിം പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതൽ ആ ഫെയിമിന് കിട്ടും. പക്ഷേ അതേസമയം മറ്റ് ഫെയിംസും എന്ത് ചെയ്യും? പ്രൈസ് കുറയ്ക്കും. സോ എന്താണ് മൊത്തത്തിൽ കസ്റ്റമേഴ്സിന് ലാഭം ഉണ്ടായാലും കമ്പനികൾക്ക് വളരെ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ കൊല്യൂഷൻ, സംടൈംസ് ഫേംസ് മൈറ്റ് സീക്രട്ട്ലി കോപ്പറേറ്റ് എഗ്രീയിങ് ഓൺ പ്രൈസസ് ഓർ ഔട്ട്പുട്ട് ടു മാക്സിമൈസ് ദെയർ collective profits. This is illegal in many jurisdictions. For instance, in some cases, oil companies have been known to collude to set prices. Collusion എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ഫേംസ് സീക്രട്ടായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൈസസിൽ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ മാക്സിമം കളക്റ്റീവ് പ്രോഫിറ്റ്സ് ഒക്കെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കും. സോ ദിസ് ഈസ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ പ്രവൃത്തിയായിട്ട് പറയാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ സം കേസസ് ഓയിൽ കമ്പനീസ് ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് കൊല്യൂഷൻ ചെയ്യാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ടു സെറ്റ് പ്രൈസസ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒളിഗോപോളിയിൽ ഗെയിം തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് ഗെയിം തിയറി ഇതിൽ വരുന്നത്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പോസിറ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് കണക്കാക്കിയിട്ടാണ് മറ്റൊരു കമ്പനിക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഡിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റിലേഷനെയാണ് നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഒളിഗോപോളി ബിഹേവിയർ. ഒളിഗോപോളി ബിഹേവിയറിൻ്റെ ടൈപ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കൊള്യൂസീവ് ഒളിഗോപോളിയാണ്. രണ്ടാമത്തെ നോൺ കൊള്യൂസീവ് ഒളിഗോപോളി. ഇനി കൊള്യൂസീവ് ഒളിഗോപോളിയിൽ നോക്കുകയാണെങ്കിൽ, ഇൻ എ കൊള്യൂസീവ് ഒളിഗോപോളി ഫേംസ് മൈറ്റ് എഗ്രി ടു സെറ്റ് പ്രൈസസ് ഓർ ഔട്ട്പുട്ട് ടു അവോയ്ഡ് കോമ്പറ്റീഷൻ. ഫേംസ് ഒരു കൂടിയാലോചനയിൽ എത്തിയിട്ട് അവർ തന്നെ പ്രൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കും. കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കമ്പൈൻഡ് പ്രോഫിറ്റ്സും ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ദിസ് ഹെൽപ്സ് മാക്സിമൈസ് ദെയർ കമ്പൈൻഡ് പ്രോഫിറ്റ്സ്, ബട്ട് ഇറ്റ്സ് ഇല്ലീഗൽ ഇൻ മെനി കൺട്രീസ് ആസ് ഇറ്റ് ഹേർട്സ് കൺസ്യൂമർ ബൈ റൈസിങ് പ്രൈസസ്. കൺസ്യൂമറിനെ ഇത് ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാരണത്താൽ ചില കൺട്രീസിൽ ഇത് ഇല്ലീഗലാണ്. കാരണം എല്ലാ കമ്പനികളും ഒരേപോലെ പ്രൈസ് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ കൺസ്യൂമറിന് അത് മേടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കൺസ്യൂമറിന് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചില കൺട്രീസിൽ ഇത് ഇല്ലീഗലായിട്ട് പറയുന്നുണ്ട്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, OPEC എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൽ, ഓയിൽ
പ്രൊഡ്യൂസിങ് കൺട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർട്ടിലാണ് ദാറ്റ് കളക്റ്റീവ്ലി ഡിസൈഡ് ഹൗ മച്ച് ഓയിൽ ടു പ്രൊഡ്യൂസ് ടു കീപ് പ്രൈസസ് ഹൈ. പ്രൈസ് ഹൈ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ എത്രത്തോളം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. സോ ഇതൊരു കൊള്ളൂസീവ് ഒളിഗോപ്പൊളി സിറ്റുവേഷനാണ്. നോൺ കൊള്ളൂസീവ് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേംസ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി ബട്ട് സ്റ്റിൽ കീപ്പ് ആൻ ഐ ഓൺ കോമ്പറ്റീറ്റേഴ്സ്. They do not cooperate directly, but each firm must consider how others will respond to its price changes or marketing efforts. നോൺ കൊള്ളൂസീവ് ഒളിഗോപ്പൊളിയിൽ ഫേംസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഡിസിഷൻ പ്രൈസ് റിലേറ്റഡ് ആണെങ്കിലും ഔട്ട്പുട്ട് റിലേറ്റഡ് ആണെങ്കിലും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ അവരുടെ കോമ്പറ്റീറ്റേഴ്സിന് മേലൊരു ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ കീപ്പ് ആൻ ഐ ഉണ്ടായിരിക്കും. ദേ ഡു നോട്ട് കോപ്പറേറ്റ്, ഡയറക്റ്റ്ലി അവരൊരു കോപ്പറേഷൻ നടത്തുന്നില്ല, പക്ഷെ മറ്റൊരു ഫേമിൻ്റെ എല്ലാ മൂവ്മെൻറ്റും അനുസരിച്ചായിരിക്കും ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. സോ ഈ ഒരു ഫേം എന്താണോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നത്, സോ അതിനെങ്ങനെയായിരിക്കും മറ്റൊരു ഫേം റെസ്പോണ്ട് ചെയ്യുക എന്നതുകൂടി ഈ ഫേം ചിന്തിച്ചിരിക്കും. അതാണ് ഇവിടെ ഒരു ഇൻഡയറക്ട്ലി വരുന്ന ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി. കമ്പനീസ് ലൈക്ക് ആപ്പിൾ ആൻഡ് സാംസങ് ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ബട്ട് കീപ് ട്രാക്ക് ഓഫ് ഈച്ച് അതേഴ്സ് ആക്ഷൻ ആൻഡ് ഇന്നോവേഷൻ. ആപ്പിൾ, സാംസങ് പോലെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇവ തമ്മിലൊരു ആക്ഷൻസ് ആൻഡ് ഇന്നോവേഷൻസിൽ എന്തെങ്കിലും ഒരു ട്രാക്ക് കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒളിഗോപ്പൊളി മാർക്കറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സാമ്പിൾസ്, ഇൻ്റർഡിപെൻഡൻസ് ഇൻ ഫേംസ്, ടൈപ്സ് ഓഫ് ഒളിഗോപ്പൊളി ബിഹേവിയർ, ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ റിലേറ്റഡ് കൺസെപ്റ്റ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒറ്റത്തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.